വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേ. ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. വാദ്യഘോഷങ്ങളോടു നാം ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷങ്ങളോടു നാം ജയത്തിന്റെ പാട്ടുകൾ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ദൈവ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എളിയ വന്ദനം അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് പറന്നിറങ്ങി വരുന്നതായ ദൈവസ്നേഹത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗോകുൽത്തായിൽ നിന്ന് അങ്ങ് ഒളിമിന്നിയതായ ആ ഇളങ്കാറ്റ് പോലെ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നതായ ഒരു ദൈവസ്നേഹം, അത് അനേകം ഉന്നതന്മാർക്കും മഹാന്മാർക്കും പണ്ഡിതന്മാർക്കും കുലീനന്മാർക്കും എല്ലാം മറഞ്ഞു കിടക്കുമ്പോൾ എന്തൊരു ഭാഗ്യമാണ്. നമ്മിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, രോഗമുള്ളവരുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്, പ്രിയപ്പെട്ടവരെ വലിയ കുഴപ്പമില്ല ഒന്നുമില്ല ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ നാം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അരികിലേക്ക് കിട്ടുന്നതായ ദൈവ സാന്നിധ്യം, ദൈവത്തിന് സ്തോത്രം. ദ വെരി പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എൻസർക്കിൾസ് എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പറയും. ദ വെരി പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതങ്ങ് എൻസർക്കിൾ ചെയ്ത് നിൽക്കുകയാണ്, ഒരു വലയം പോലെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ക്രിസ്തീയ അനുഭവത്തിൻ്റെയും ഒരു മഹത്വമേറിയ പദവി അത്രേ. അത് ഈ ഭൂമിയിലെ ലോക മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും മതാചാരങ്ങൾക്ക് മാത്രം അടിമപ്പെട്ട് മതാചാരങ്ങളിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യർക്കൊന്നും അത് മനസ്സിലാകുകയില്ല. കാരണം അവരെല്ലാം മനസ്സിലാക്കുന്നതും ആരാധിക്കുന്നതും ആചരിക്കുന്നതുമെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന
ക്രിസ്തു എന്ന ഒരു വലിയ പ്രവാചകൻ, അല്ലെങ്കിൽ ക്രിസ്തു ദൈവമായിരുന്നു. പക്ഷെ ഈ നൂറ്റാണ്ടിൽ ഇന്നും നമ്മുടെ മധ്യത്തിൽ നാം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് നമ്മുടെ അരികിൽ നിൽക്കുന്ന സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കുന്നത് ഒരു വിശ്വാസിയുടെ മഹത്വമേറിയ പദവി അത്രേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. അന്ന് ടിബറ്റിൽ സാധു സുന്ദർ സിംഗിനെ ടിബറ്റിലെ ആളുകൾ ഒരു പൊട്ടക്കിണറിലേക്ക് എടുത്ത് എറിയാൻ ഇടയായി. അതിൻ്റെ മുകളിൽ ഒരു മൂടിയും വെച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ പൊട്ടക്കിണറിൽ അസ്ഥികൂടങ്ങളും അഴുകിയ മാംസങ്ങളും ദുർഗന്ധങ്ങളും എല്ലാമായിരുന്നു. എന്നാൽ സാധു സുന്ദർ സിംഗിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും, അവിടെയും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആ ദൈവദാസനെ ഇങ്ങനെ ചുറ്റി നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മയ്ക്ക്, ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പിന് നമുക്ക് വേറെ വലിയ ആയിരങ്ങളുടെ ആൾക്കൂട്ടം നാം ആഗ്രഹിക്കുന്നതുമില്ല, പറയുന്നതുമില്ല. നമുക്ക് വേണ്ടത്, ദൈവത്തിന് സ്തോത്രം, അന്ന് 12 മുക്കുവന്മാർ, അതിൽ അവരെ അപ്പോസ്തലന്മാരായി മാറി. അതിൽ ഒരു അപ്പോസ്തലൻ ഈ ഇന്ത്യൻ മഹാരാജ്യത്തിലേക്ക് കടന്നു വന്നു, ഹൈന്ദവ ഭൂമിയായ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. എന്തിന്? ഈ ഭാരത മണ്ണിനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയ്ക്കുന്നതിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ആഗ്രഹിക്കുക, കർത്താവേ, ഈ കൊച്ചു ഹൃദയത്തിൽ എത്രത്തോളം ദൈവസ്നേഹം നിറച്ച് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമോ? അതിന് അളവുകളില്ല, അതിന് അതിരുകളില്ല. പ്രിയപ്പെട്ടവരെ, അത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അത് നിറവാണ്, അത് ഒരു ബക്കറ്റ് വെള്ളമാണെങ്കിൽ അത് നിറവാണ്. മഴക്കാലത്ത് കിണറങ്ങ് മെത്തി മേതാളിച്ച് മുറ്റം നിൽക്കുന്നതും നിറവാണ്. വലിയ പുഴകൾ മെത്തി മേതാളിച്ച് ഒഴുകുന്നതും നിറവാണ്. അങ്ങ് അതിരുകളില്ലാത്ത സമുദ്രം, തിരമാലകൾ ഇങ്ങനെ പൊങ്ങിത്താഴുന്നതായ സമുദ്രം, അതും നിറവാണ്. കർത്താവേ, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയ ആത്മപ്രവാഹത്തിൽ, ദൈവസ്നേഹത്തിൻ്റെ പ്രഭാവത്തിൽ ജീവിക്കുവാൻ എനിക്ക് നീ കൃപ തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു ഗുഹ, ആ ഗുഹയിൽ ഒരു മനുഷ്യനിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യൻ അവിടെ ഇരിക്കേണ്ട വ്യക്തിയല്ല. പ്രിയപ്പെട്ടവരെ, അത് പഴയ നിയമത്തിലെ ഏലിയാവ് എന്ന മഹത്വമേറിയ മഹാനായ പ്രവാചകനാണ്. ഏലിയാവ് എന്ന പ്രവാചകനായ ഏലിയാവ് ദൈവസ്നേഹത്തിൻ്റെ ആ അത്യുജ്വലമായ പ്രഭാവത്തിൽ അന്ന് 400-450 അശേര ബാലിൻ്റെ പ്രവാചകന്മാർ നിരനിരയായി നിൽക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ നിരനിരയായി നിൽക്കുമ്പോൾ, അവരുടെ മുമ്പിൽ തേജസ്സോടെ നിന്നുകൊണ്ട് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ച് കർമ്മേൽ മലമേൽ അഗ്നിയിറക്കിയ പ്രവാചകനാണ്. ദൈവത്തിന് സ്തോത്രം. കുഗ്രാമവാസി, തോൽ വസ്ത്രം ധരിച്ച് അരയിൽ കാട്ടുതേനുമായി ചെരുപ്പിടാതെ രാജകൊട്ടാരത്തിലേക്ക് പണ്ഡിതന്മാരുടെയും മന്ത്രിമാരുടെയും എല്ലാം മുമ്പിലൂടെ ഒരു ഭയവും കൂടാതെ ആഹാബ് രാജാവിന് മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഈ ആണ്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേൽ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് കൊടുങ്കാറ്റ് പോലെ പറഞ്ഞിട്ട് ഏലിയാവ് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. അവിടുത്തെ സൈന്യാധിപന്മാർക്കും സേനകൾക്കും എല്ലാം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം ഏലിയാവിൻ്റെ ചുറ്റും ഒരു സ്വർഗീയ പ്രഭാവമുണ്ടായിരുന്നു, സ്വർഗീയ തേജസ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവ തേജസ്സിന് മുമ്പിൽ നിൽക്കുവാൻ ഈ ഭൂമിയിലെ ഒന്നിനും സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവ തേജസ്. അങ്ങനെ നിന്നതായ ഏലിയാവ് ഇപ്പോൾ ഗുഹയിൽ കിടന്ന് ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനായിരിക്കാം? മരണഭയത്തോടെ കിടന്നുറങ്ങുന്നു, പേടിച്ച് കിടന്നുറങ്ങുന്നു. അവിടെ പേടിയും നിരാശയും മടുപ്പും വന്നപ്പോൾ ഏലിയാവിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം പയ്യങ്ങ് മാറിപ്പോവുകയാണ്. നിരാശ പിശാചിൻ്റേതാണ്, മടുപ്പ് പിശാചിൻ്റേതാണ്, അവിശ്വാസം പിശാചിൻ്റേതാണ്, പാപം പിശാചിൻ്റേതാണ്. എങ്കിലും ദൈവം എന്നോട് എന്തുകൊണ്ടിങ്ങനെ ചെയ്തു എന്ന് നമ്മുടെ ഉള്ളിൽ ചോദ്യം വരുന്നത് അതൊരിക്കലും ദൈവം പ്രസാദിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഗുഹയുടെ മുഖത്ത് 2 പ്രാവശ്യം വന്നതായ ഒരു വാക്യമുണ്ട്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും 13-ാം വാക്യവും രണ്ടും ഒരേ വാക്യം തന്നെയാണ്. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് നിത്യനായ ദൈവം
ഏലിയാവിനോട് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഏലിയാവിന് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ മതിയായിരുന്നു. കാരണം ഏലിയാവിന് വളരെ വ്യക്തമായ ഒരു നിയോഗം സ്വർഗത്തിലെ ദൈവം കൊടുത്തിട്ടുണ്ട്. കാരണം അന്ന് ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയായ ഉറക്കമൊന്നുമല്ല അത്. നിരാശയിൽ ഇല്ല, നാം ചിലപ്പോൾ തളർന്ന് കരഞ്ഞ് അങ്ങ് കിടക്കും. ചിലപ്പോൾ പയ്യെ മയങ്ങും. അതൊരു നല്ല ഉറക്കമല്ല. ഒരിക്കലും അങ്ങനെ ഉറങ്ങാൻ സാധിക്കില്ല. അതൊരു തളർന്ന് ക്ഷീണിച്ച് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞു പോകുമ്പോൾ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കരഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് അങ്ങ് മയങ്ങിക്കിടക്കുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ ജീവിതം അത് ഏറ്റക്കുറച്ചിലുകളുണ്ട്, അവിടെ സങ്കടങ്ങളുണ്ട്, അവിടെ പരാധീനതകളുണ്ട്, അവിടെ വേദനകളുണ്ട്. ഒന്നു മാറി ഇങ്ങനെ എത്രയെത്ര കടമ്പകൾ ചാടിക്കടന്നാണ് നാം ദൈവരാജ്യത്തിൽ എത്തുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നാം ചിന്തിക്കുകയിൽ സങ്കടം മാത്രം ലോക സമ്പാദ്യം എന്ന് ഒരു ഭക്തനായ അനുഗ്രഹീതനായ പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. സങ്കടം മാത്രമാണ് ഈ ലോക സമ്പാദ്യം. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന 70 80 അല്ലെങ്കിൽ 90 ആയുഷ്കാലത്തിൻ്റെ ആകത്തുക കൂട്ടിയും കിഴിച്ചും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് കണ്ണുനീര് മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ജീവനുള്ള ദൈവം, നിത്യനായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ ഇതിൽ നിന്നെല്ലാം പരുവപ്പെടുത്തിയെടുത്ത് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്നു, ഇതൊരു ശാശ്വതമായ വാസസ്ഥലമല്ല. ഈ ഭൂമി എന്ന ഗ്രഹത്തിൽ നാം ശാശ്വതമായി വസിക്കുന്നവരല്ല. ഇവിടെ നമുക്കൊരല്പകാലം കർത്താവ് തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി, ശുദ്ധീകരണം തികയ്ക്കുന്നതിന് വേണ്ടി. മാത്രമല്ല, എൻ്റെ ആയുസ്സിൽ കർത്താവ് എന്നിൽ കൂടി കണ്ട ഒരു ദൈവവേലയുണ്ട്. ഏലിയാവിന് എല്ലാ കൊല്ലവും ദൈവവേല ചെയ്യാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് ഏലീശ വന്നു. ഏലീശായും മരണമില്ലാത്ത മനുഷ്യനല്ല. അതിനുശേഷം ശമൂവേൽ പ്രവാചകൻ വന്നു, ദാവീദ് വന്നു, പിൽക്കാലത്ത് യെശയ്യാവും യെരമ്യാവും പ്രവാചകന്മാർ വന്നു. പ്രവാചകന്മാർക്കും നബിയന്മാർക്കും എല്ലാം ഓരോരോ കാലയളവുകൾ ദൈവം വച്ചിട്ടുണ്ട്. അവരവരുടെ കാലയളവുകളിൽ ദൈവം തന്ന വേല തികയ്ക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മെ പിന്നിൽ നിന്ന് പുറകോട്ട് വലിക്കുവാൻ അനേകം കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നിൽ നിന്ന് ഉയരുന്ന തേങ്ങലുകൾക്കോ ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്നോട്ട് വലിക്കാൻ കഴിയില്ല എന്ന് ഭക്തൻ പാടിയിട്ടുണ്ട്. പിന്നിൽ നിന്ന് തേങ്ങലുകൾ ഉയരുന്നു, വീട്ടിൽ നിന്ന് തേങ്ങലുകൾ ഉയരുന്നു, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിരുന്ന് കരയുന്നു, മക്കളിതാ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ രോഗം ഇങ്ങനെ കയറി വരുന്നു. എന്നാൽ അതൊന്നും നമ്മെ തൊടാൻ നാം അനുവദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ശരിയാണ്, ഞാനും തന്നെത്താൻ ഇരിക്കുമ്പോൾ, ഞാനും ഏകനായി ഇരിക്കുമ്പോൾ ഞാനും കരയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകാറുണ്ട്. ഞാനും ഒരപ്പനാണ്, എനിക്ക് മക്കളുണ്ട്, എനിക്കും ഭാരവിഷയങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാനും വിശ്വാസ കണ്ണുകളാൽ കാണും, എൻ്റെ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം. പ്രിയപ്പെട്ടവരെ, കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ കടന്നു വന്ന് ആ കണ്ണുനീരെ ഏറ്റുവാങ്ങുന്ന ഒരു യേശുവിനെ എനിക്ക് നല്ല പരിചയമാണ്. ദൈവത്തിന് സ്തോത്രം. ചില വേദനാ വിഷയങ്ങൾ, ചില ആവശ്യങ്ങളുടെ ഭാരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവേ, ആ തൃക്കരം അങ്ങ് കടന്നു ചെന്ന് ആ വിഷയത്തിൻ്റെ മേൽ, യേശുവേ, ആ ഫയലിൻ്റെ മേൽ, ആ ജോലിക്കാര്യത്തിൻ്റെ മേൽ നിൻ്റെ കരമൊന്ന് തൊടണമേ. മക്കളുടെ പരീക്ഷയിൽ റീവാലുവേഷൻ്റെ ആ പേപ്പറിൽ നിൻ്റെ കരമൊന്ന് തൊടണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂട്ടായ്മയായി പ്രാർത്ഥിച്ച എത്രയോ വിഷയങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഓർമ്മ കാണും. ദൈവത്തിന് സ്തോത്രം. നാം പലപ്പോഴും ദൈവമക്കൾ മാറി പറയാറുള്ളത് പോലെ ഒരു കാര്യം പ്രാർത്ഥിച്ചു, അത് നടന്നു കിട്ടി, കുറേ കാലം കഴിയുമ്പോൾ അത് നമ്മുടെ ഓർമ്മയിലേക്ക് പോകരുത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്ങ് അഞ്ചലിലുള്ളതായ ഒരു ദൈവവൈതൽ കോട്ടയത്ത് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ അക്ഷരീകമായി മരിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങ് അഞ്ചലിലുള്ളവർ ഡെഡ് ബോഡി വരുന്നത് കാത്തിരുന്നതാണ്. എന്നാൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചു, അവിടെ യേശുക്രിസ്തു കടന്നു എന്ന് വീണ്ടും ആയുസ് നീട്ടിക്കൊടുത്തു. ഇന്നും ഈ വചനം കേട്ടുകൊണ്ടിരിക്കും
ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും തോന്നലുകളല്ല പ്രിയപ്പെട്ടവരെ. വലിയ കടത്തിൻ്റെയും വലിയ ജപ്തിയുടെയും മുമ്പിൽ നിന്ന് ദൈവമക്കൾ, എൻ്റെ കർത്താവെ, ഒരു കാരണവശാലും സാധ്യതയില്ല എന്ന് ഇൻഷുറൻസ് വക്കീലും എല്ലാവരും പറഞ്ഞ കാര്യങ്ങളിൽ മേൽ യേശു ക്രിസ്തു കടന്നു ചെന്ന് ഫയലുകളിൽ മേൽ തൊട്ട് അത്ഭുതം പ്രവർത്തിച്ചു. യേശു ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനൊരു യേശുവുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ നിലവുകളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞത് ഫിലിപ്പിയർ 4:6 ഈ ദൈവവചനം നിങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് നിങ്ങളിപ്പോൾ സ്തോത്രത്തോടെ ഏൽപ്പിക്കുക. അന്ന് ഏലിയാവ് ഏൽപ്പിച്ചത് എന്താണ്? ഇപ്പോൾ മതി യഹോവേ, എനിക്ക് മരിച്ചാൽ മതി, ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ള വാക്കാണ് പറയുന്നത്. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, ഏലിയാവ് പറയുന്നത് ഉള്ളിൻ്റെ നിരാശയിൽ നിന്നും മടുപ്പിൽ നിന്നുമാണെന്ന് നിത്യനായ ദൈവത്തിന് അറിയാം. ഏലിയാവ് എന്ത് ചെയ്യും, അവൻ്റെ മോൻ എന്ത് ചെയ്യും എന്നിങ്ങനെ കർത്താവ് നോക്കി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് പയ്യെ ഒരു ചൂടച്ചെടിയുടെ ചുവട്ടിലേക്ക് പോകുന്നു. ബെർശേബ മരുഭൂമിയാണ്, ആരും കാണുന്നില്ല എന്നാണ് ഏലിയാവിൻ്റെ വിചാരം. പക്ഷേ ദൈവത്തിന് സ്തോത്രം, നിത്യനായ ദൈവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ചെന്നു, അവിടെ കിടന്നു, കരഞ്ഞ് 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 അവിടെ കിടന്ന് ഉറങ്ങി. പ്രിയപ്പെട്ടവരെ, എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ഏതോ ഒരു സമയത്ത് യഹോവയുടെ ദൂതൻ ഏലിയാവിൻ്റെ അരികിലേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. കയ്യിൽ അപ്പവുമുണ്ട്, വെള്ളവുമുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏലിയാവിൻ്റെ അരികിൽ വന്ന് യഹോവയുടെ ദൂതൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ജീവനുള്ള ക്രിസ്തു തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവിടെ കടന്നു വന്നിട്ട് ഏലിയാവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഏലിയാവിൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിൻ്റെ ആ കണ്ണുനീരിൻ്റെ പാട് കർത്താവ് തുടച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഏലിയാവിൻ്റെ മുടി ഇഴയിലൂടെ ഇങ്ങനെ കർത്താവ് പയ്യൊന്ന് തലോടി. ദൈവത്തിന് സ്തോത്രം. നൂറ്റാണ്ടുകൾ ഇന്നേക്ക് ഏതാണ്ട് 3000 കൊല്ലങ്ങൾക്കും അപ്പുറത്ത് നടന്ന സംഭവം ഇന്ന് ഈ തലമുറയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട അനേകാത്മീയ സഹോദരങ്ങൾ ഈ കാര്യം അനുഭവിച്ചവരും ഇന്നും അനുഭവിക്കുന്നവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. തളർന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മെ ഓമനിക്കുന്ന, നമ്മെ വാത്സല്യിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നമ്മുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനെ പയ്യെ തട്ടി വിളിച്ചു. ഏലിയാവ് ചുരുണ്ടുകൂടി കിടന്നു. പക്ഷേ ഏലിയാവിനെ തട്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏലിയാവേ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ, ഏലിയ എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവിടെ ഏലിയാവിനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഏലിയാവ് ചാടി എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗത്തെ ആസ്പദമാക്കി അനുഗ്രഹീതനായ 2 മക്കൾ മരിച്ച ശേഷം പാട്ടെഴുതിയതായ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ഇപ്രകാരം പാടിയിട്ടുണ്ട്. ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും, ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും, എന്നെയോർത്തു ദൈവദൂതർ വന്നിടും. ദൈവത്തിന് സ്തോത്രം. ദുഃഖിതനായി ഞാൻ ഓടിപ്പോയി മരുഭൂമിയിൽ കിടന്നാലും എന്നെ ഓർത്ത് ദൈവദൂതർ വന്നിടും. ഏലിയാവ് അപ്പവും വെള്ളവും കഴിച്ചു. വീണ്ടും ഏലിയാവ് കിടന്നുറങ്ങി. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. വന്ന് തട്ടി എഴുന്നേൽക്കെന്ന് പറഞ്ഞതാണ്. അപ്പം കഴിച്ച വീണ്ടും കിടന്നുറങ്ങി. 2-ാം പ്രാവശ്യവും വന്ന് തട്ടി. ദൈവത്തിന് സ്തോത്രം. 2-ാം പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മെ ഇങ്ങനെ വിടാതെ നിൽക്കുന്ന, നമ്മെ ഒരിക്കൽ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുവിച്ച് നമുക്കൊരു മാനസാന്തരം തന്ന് നമ്മെ കൊണ്ട് കർത്താവിനെ വേല ചെയ്യിച്ച് നിത്യതയിലെത്തിക്കുന്ന കർത്താവിൻ്റെ ആ ബദ്ധപ്പാട്. എന്നാൽ ഇവൻ എഴുന്നേൽക്കുന്നില്ല. അവനവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിക്കുകയല്ല. 2-ാം പ്രാവശ്യവും വന്ന് തട്ടുകയാണ്. ഈ പ്രാവശ്യം വന്ന് തട്ടി വിളിച്ചപ്പോൾ ഏലിയാവിന് വ്യക്തമായ ഒരു നിയോഗം കൊടുത്തു. എന്താണെന്നറിയാമോ? എഴുന്നേറ്റ് തിന്നുക, നിനക്ക്
ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. മകനെ, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നീ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിനക്ക് വടക്കോട്ട് യാത്ര ചെയ്യുവാനുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ അത് പറയുന്നില്ല. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഏലിയാവ് ചാടി എഴുന്നേറ്റ് അവിടെ നിന്ന് ആ ദേശത്തേക്ക് യാത്രയാവുകയായിരുന്നു വേണ്ടത്. ഏലിയാവ് ചാടി എഴുന്നേറ്റു. ആ കഴിച്ച ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ഏലിയാവ് നടന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ വീണ്ടും ഏലിയാവ് എന്ത് ചെയ്തു? ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു, ഗുഹയിൽ കടന്ന് ഒളിച്ചിരുന്നു. ദൈവം ഇതെല്ലാം കാണുകയാണ്. ഞാൻ അവനെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ട് പോയിട്ട് അവിടെ യേഹൂവിനെ രാജാവായി അഭിഷേകം ചെയ്യണം. നിനക്ക് ശേഷം ഏലിയാവിന് ശേഷം ഏലീശയെ പ്രവാചകനായി അഭിഷേകം ചെയ്യണം. നിന്റെ മേൽ ഞാൻ ഏൽപ്പിച്ചതായ ശുശ്രൂഷയുണ്ട്, നിന്റെ മേൽ ഞാൻ പകർന്നതായ ഒരു ആത്മാവുണ്ട്. പ്രിയ മകനെ, ഇത് മറ്റൊരാളിലേക്ക് പകർന്നിട്ട് നീ സമാധാനത്തോടെ അക്കരയിലേക്ക് യാത്രയാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് പറയുമ്പോൾ എന്നിൽ കർത്താവ് എന്തെങ്കിലും ആത്മാവിനെ പകർന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് മക്കളുണ്ട്. നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ അംശം നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ? ആത്മാവ് നമ്മുടെ മേലുണ്ടോ? എൻ്റെ മാതാപിതാക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ ആത്മാവ് എൻ്റെ കൈവശമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കാലശേഷം എൻ്റെ മക്കൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് പറയാൻ പ്രാഗൽഭ്യം എത്ര പേർക്കുണ്ട്? ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ അനേകരുടെ തല കുമ്പിട്ട് പോകും. കർത്താവേ, 2025 തുടങ്ങി, ശരിയാണ്. 31-ാം തീയതി 1-ാം തീയതി എല്ലാം പല തീരുമാനങ്ങളെടുത്തു. ഇന്ന് ഈ മാസത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ പലരും നിരാശരാണ്. അയ്യോ, ഞാൻ എന്തെല്ലാം തീരുമാനമെടുത്തു, എല്ലാം പാഴായിപ്പോയി, എല്ലാം ഒന്നിനും നിൽക്കാൻ പറ്റിയില്ല. മടുപ്പും നിരാശയും വന്ന് ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ അനേകർ ഇരിക്കുകയാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആണ്ടുണ്ട്, ശരിയാണ്, ആണ്ടുകളുടെ ആരംഭമുണ്ട്, ശരിയാണ്. എന്നാൽ മടുപ്പും നിരാശയും കൊണ്ടുവരുന്നത് ആരാണെന്നറിയാമോ? ആ ദുഷ്ടനായ പിശാചാണ്. നിങ്ങൾ പറയണം, ഇന്നലെ വരെ പോയെങ്കിൽ പോട്ടെ, കാരണം എൻ്റെ കർത്താവിനോട് സംസാരിക്കുകയാണ്, കർത്താവിനെ വിളിക്കുകയാണ്. എഴുന്നേൽക്ക്, ഈ നിമിഷം മുതൽ കഴിഞ്ഞത് മുഴുവൻ ഞാൻ അങ്ങ് മായ്ച്ചു കളഞ്ഞാൽ, മോളെ, കർത്താവായ യേശുക്രിസ്തു ഇത് കണക്കിടുന്നില്ലെങ്കിൽ പിന്നെ ആര് നിന്നെ കുറ്റം വിധിക്കും? ദൈവത്തിന് സ്തോത്രം. നിന്നെ കുറ്റം വിധിക്കുന്നവൻ ആര്? നീതീകരിക്കുന്നവൻ ദൈവമാണെങ്കിൽ പിന്നെ ആര് നിന്നെ ചോദ്യം ചെയ്യും? പിശാച് ചുറ്റും നടന്ന് കളിയാക്കും. നീ വീണവനല്ലേ, തീരുമാനം പാലിച്ചില്ലേ? നിങ്ങൾ പറയണം, അതൊന്നും നോക്കേണ്ടത് എൻ്റെ കാര്യമല്ല. എൻ്റെ 60 വർഷത്തെ ആത്മീയ പാരമ്പര്യത്തിൽ, 30 വർഷത്തെ ആത്മീയ പാരമ്പര്യത്തിൽ എല്ലാം പോയാലും ഇന്ന് ഞാൻ തുടങ്ങുന്നത് യേശുവിൻ്റെ നാമത്തിലാണെങ്കിൽ അത് മുന്നോട്ട് നിലനിർത്തി തരുവാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ സ്വർഗം എനിക്ക് തരുന്നതായ ആഹാരം ഞാനിതാ കഴിച്ചുകൊണ്ട്, സ്വർഗം തരുന്നതായ ജീവജലം കുടിച്ചുകൊണ്ട് ഞാൻ ചാടി എഴുന്നേൽക്കാൻ പോവുകയാണ്. ഏലിയാവ് ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. ദൈവം കാണുന്നത് എന്താണ്? അവന് ഒരു ഉറപ്പ് കിട്ടുന്നില്ല. ആ ഗുഹാമുഖത്ത് വന്ന് കർത്താവിനോട് ചോദിച്ചു, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? നിനക്ക് എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? വീണ്ടും ഏലിയാവിനോട് ദൈവം സംസാരിക്കുകയാണ്. ഏലിയാവ് പറയുകയാണ്, എൻ്റെ കർത്താവേ, ഞാൻ ആകെ ഒരാൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ഇസ്രായേൽ മക്കൾ നിൻ്റെ യാഗപീഠങ്ങളൊക്കെ ഇടിച്ചു കളഞ്ഞു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുകയാണ്. ഞാൻ ഒരാളേ ഉള്ളൂ. ഏലിയാവിൻ്റെ ഉള്ളിൽ ഞാൻ ഒരാളേ ഉള്ളൂ എന്നാണ് ഏലിയാവിൻ്റെ തോന്നൽ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരുണ്ട് എന്ന് ഏലിയാവിന് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം പറഞ്ഞു, നീ ഒരാളെ ഉള്ളൂന്നൊന്നും പറയണ്ട. നീ ഇസ്രായേൽ ദേശത്ത് നീ അറിയാത്ത അനേകരുണ്ട്, എനിക്കവരെ അറിയാം. ബാലിന് മടക്കാത്ത, അശേര പ്രതിഷ്ഠകൾക്ക് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു കൊടുങ്കാറ്റ് കടന്നു പോവുകയാണ്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് വീണ്ടും ദൈവം ചോദിക്കുക. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? നിന്റെ മുമ്പിൽ ഒരു നിയോഗം നിൽക്കെ നീ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു? നിങ്ങൾക്കറിഞ്ഞുകൂടെ? അന്ന് യോനായോട് ദൈവം പറഞ്ഞു കിഴക്കോട്ട് പോകാൻ, ഏലിയാവോട് വടക്കോട്ട് പോകാനാണ് പറഞ്ഞത്. യോനായോട് പറഞ്ഞു, നീ കിഴക്കോട്ട് നിനവിലേക്ക് യാത്ര ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. യോന 1:3 മുതൽ. എന്നാൽ യോന കിഴക്കോട്ട് പോകാതെ നേരെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന്
തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്ന യോന, യഹോവയുടെ സന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഏലിയാവ്, ആ വിഷയത്തിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അത് വരുന്നൊരവസരത്തിൽ ബാക്കി ചിന്തിക്കാമല്ലോ. യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോകുവാൻ ഇതാ യോന കൂലി കൊടുത്ത് തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ കയറി. ദൈവത്തിന് സ്തോത്രം. യോന ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും ദൈവസന്നിധി, അതായത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരു നാളും നാം മാറരുത്. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവിടെ മോശ പ്രാർത്ഥിക്കുന്നുണ്ട്, യഹോവേ, തിരു സാന്നിധ്യം ഞങ്ങൾ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുതേ എന്ന്. കർത്താവേ, ഇന്ന് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, തിരു സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുതേ. ജീവിതത്തിൽ ഏതൊരു കാര്യം വരുമ്പോഴും കർത്താവേ, ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലായിരിക്കുമ്പോൾ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അത് ദൈവ സാന്നിധ്യം പയ്യെ മാറിപ്പോകുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, നാം അതറിയും, നാം അനുഭവിക്കും. ബിൽഖിസ് ഷെയ്ഖ് എന്ന് പറയുന്ന മുസ്ലിം വനിത മാനസാന്തരപ്പെട്ടപ്പോൾ എഴുതിയ പുസ്തകമാണ് ചീന്തിയ മൂടുപടം. അതിൽ ദൈവത്തിൽ പറയുന്നുണ്ട്, ദൈവ സാന്നിധ്യം മാറുന്നതും വരുന്നതും എല്ലാം അനുഭവിക്കാൻ സാധിക്കും. കർത്താവേ, ഞാൻ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും നോക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ദൈവ സാന്നിധ്യത്തിൽ മാറിപ്പോകാൻ ഇടവരുന്നുണ്ടോ? ദൈവമായതല്ലത് മനസ്സിലാകും. എപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, തിരുസാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് മാറല്ലേ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറല്ലേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ തലകൾ വണക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ജീവനുള്ള ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവേ, അന്ന് ഏലിയാവ് ആ തേജസ്സിൽ നിന്ന് മാറി ഗുഹയിൽ ഒളിച്ചിരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ച അതേ ശബ്ദം ഇപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ കാതുകളിൽ വന്ന് അലയടിക്കുന്നു. നീ രാത്രി കിടന്നുറങ്ങുമ്പോൾ നീ മൊബൈൽ നോക്കി ഇരിക്കുന്നതെന്ത്? നീ എന്താണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? നീ എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? നീ എന്താണ് ഈ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്താണ് ഈ നിരൂപിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയൊന്നും നിൽക്കാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മകനെ, നിന്നിൽ ഇപ്പോൾ ദൈവ സാന്നിധ്യമില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യുമ്പോൾ തിരുസാന്നിധ്യം പോരുന്നില്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുതേ എന്നുള്ള ആശ്രയബോധം നിനക്കില്ലല്ലോ. ഇന്നാര് തീരുമാനിക്കുന്നുണ്ട്, കർത്താവേ, ഇനി എൻ്റെ ഓരോ ചുവടിലും ക്രിസ്തുവില്ലാതെ ഒരു നിമിഷം ഉണ്ടായിരിക്കില്ല. എൻ്റെ പേര് വിളിച്ചിട്ട്, കർത്താവേ, ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കാത്തക്കവണ്ണം ഞാൻ ഇടവരുത്തുകയില്ല എന്ന് ആര് തീരുമാനിക്കുന്നുണ്ട്, അവരെ ഇപ്പോൾ ദൈവ തേജസ്സാൽ നിറയ്ക്കട്ടെ. ഇതുവരെ വന്നതെല്ലാം കർത്താവ് തൻ്റെ രക്തത്താൽ കഴുകിത്തരട്ടെ. പുതിയ ശക്തിയോടെ ഓടാൻ കർത്താവ് കൃപ നൽകട്ടെ. നമ്മുടെ മുമ്പിൽ ശുശ്രൂഷ ശേഷിക്കുന്നുണ്ട്, ദൂരയാത്ര ചെയ്യാനുണ്ട്. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നാഥാ, എൻ്റെ ദൈവമേ, നിബിയന്മാരെയും സ്നേഹന്മാരെയും നടത്തിയ അതേ ദൈവസ്നേഹം തന്നെ ഞങ്ങളെയും നടത്തുന്നതിനാൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും കഴുകണമേ, ദൈവ തേജസ്സാൽ നിറയ്ക്കണമേ, തിരുസാന്നിധ്യം തരണമേ, എല്ലാ മഹത്വത്തോട് മാത്രം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ.